ഡോക്ടർ ബി ജയരാജ് ഇന്നിപ്പോൾ പൊതുവേദിയിലാണ് മുഖ്യമന്ത്രി ADGP MR അജിത് കുമാറിനെതിരെ നടപടി പ്രഖ്യാപിച്ചത്. പക്ഷേ നേരത്തോട് നേരമായിരിക്കുന്നു, ഇതുവരെ ഉത്തരവിറങ്ങിയിട്ടില്ല. അപ്പോൾ MR അജിത് കുമാറിനെതിരെ നടപടിയെടുത്തുകൊണ്ട് ഒരു ശുദ്ധികലശം നടത്തുന്നു എന്നതാണോ സർക്കാർ നൽകുന്ന സന്ദേശം, അതോ അതിലപ്പുറം കടക്കുമോ? തീർച്ചയായിട്ടും MR അജിത് കുമാറിൽ ഈ വിഷയം അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടി സമ്മേളനങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനകത്ത് അടിസ്ഥാനപരമായിട്ടുള്ള പാർട്ടി ബ്രാഞ്ച് തൊട്ട് ഇങ്ങോട്ടുള്ള കാര്യങ്ങളിൽ ഈ സഖാക്കൾക്കെല്ലാം ഉത്തരം പറയേണ്ടതായിട്ട് വരും. അപ്പോൾ തീർച്ചയായിട്ടും MR അജിത് കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പൊളിറ്റിക്കൽ ക്രിമിനൽ നെക്സസിൽ ഈ ക്രിമിനലിനെ മാത്രം നടപടി എടുത്തുകൊണ്ട് ഒരു എന്താണ് പറയുന്നത്, ഒരു പൊളിറ്റിക്കൽ ആയഭാഷ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അതിശക്തമായ രീതിയിൽ മുഖ്യമന്ത്രി MR അജിത് കുമാറിനെ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് സംസാരിച്ചത്. വളരെ ബോൾഡായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുമെന്ന് തന്നെയാണ് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതുമാത്രമല്ല, മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തും. അതിനുശേഷം ഇയാളും ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിട്ട് എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അതും ഗൗരവമായിട്ട് തന്നെ പരിശോധിക്കുകയും, കാരണം നമ്മളിപ്പോൾ കണ്ടതാണല്ലോ, EP ജയരാജൻ്റെ വിഷയമാണെങ്കിലും എന്ത് വിഷയമാണെങ്കിലും അത് എത്ര വലിയ ഉന്നതരാണെങ്കിലും അവർക്കെതിരെ നടപടിയെടുക്കും. അതിലാണല്ലോ തിരുത്തൽ പ്രക്രിയ എന്നൊക്കെ പറയുന്നത്. ആ തിരുത്തൽ പ്രക്രിയ മേളിൽ നിന്ന് തുടങ്ങി താഴെ തൊട്ട് വരെ അതിൻ്റെ റിപ്പോർട്ടുകൾ ചെയ്തു. അപ്പോൾ പറഞ്ഞ് തിരുത്തൽ മാറുമോ, തിരുത്തൽ നടക്കുമോ, ഇതിങ്ങനെ ഒരു ഏകാധിപത്യ പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവർക്ക് ഇതിനകത്തൊരു ജനാധിപത്യ സംവിധാനം ഉണ്ടെന്നെങ്കിലും മനസ്സിലാക്കാൻ ഇത്തരം അവസരങ്ങൾ നല്ലതാണ്. കാരണം അതിനു വേണ്ടിയിട്ട് ഒരു MLA തന്നെ മുന്നിട്ടിറങ്ങേണ്ടി വന്നു, ഭരണപക്ഷത്തിലൊരു MLA തന്നെ മുന്നിട്ടിറങ്ങേണ്ടി വന്നു എന്നുള്ളത് എല്ലാവരും അത്ഭുതത്തോട് നോക്കുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ഈ പോലീസ് ക്രിമിനൽ നെക്സസ് ആദ്യമായിട്ടല്ല കേൾക്കുന്നതെങ്കിലും ഇത്രയധികം ഈ കൊലപാതകം, അതായത് അൻവർ ഉന്നയിച്ചതുപോലെ കൊലപാതകം, എക്സ്റ്റോർഷൻ, പിന്നെ ഈ ഗോൾഡ് സ്മഗ്ലിംഗ് കേസിലെ ഇൻവോൾവ്മെൻറ്റ്, പിന്നെ അല്ലാതുള്ള അനധികൃതമായിട്ടുള്ള പല ഇടപാടുകളും, ഈ ഇടപാടുകളെല്ലാം അന്വേഷിക്കും. ഈ ഇടപാടുകളെല്ലാം അന്വേഷിച്ചിട്ട് അതിനൊക്കെ ആരാണ് ഉത്തരവാദി എന്നുള്ളത് അവർക്കൊക്കെ എതിരെ തീർച്ചയായും നടപടി ഉണ്ടാവും. ഇതൊന്നും അറിയാനുള്ള ഒരു ഇന്റലിജൻസ് സംവിധാനം ഇല്ലാതെയാണോ ഈ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത്? ഡോക്ടർ ബി ജയരാജ്, മുഖ്യമന്ത്രിക്ക് ഇതൊന്നും അറിയാതിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ കഴിവുകേടല്ലേ? ഇത് ആരുടെ ഓഫീസിനെതിരെയാണ് ആരോപണം? P ശശിയുടെ ഓഫീസല്ലല്ലോ, ഇത് MR അജിത് കുമാറിൻ്റെ ഓഫീസല്ലല്ലോ, ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണല്ലോ. അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇതൊന്നും അറിയാതെ ഇത്രയും കാലം അതിപ്പോൾ ബാക്കിയുള്ളവരിൽ നിന്നും ചോർത്തിയെടുത്ത വിവരങ്ങളുമായി PV അൻവർ വേണ്ടി വന്നിരിക്കുമെന്നു കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ. അതും നേരിട്ട് പറയാൻ പോലും PV അൻവറിന് അവസരമില്ല, നേരിട്ട് പറയാൻ മുഖ്യമന്ത്രിയെ കാണാൻ അവസരമില്ല. അപ്പോൾ വാർത്താ സമ്മേളനം നടത്തി ജനങ്ങളോട് വിശദീകരിക്കുമ്പോൾ മുഖ്യമന്ത്രിയും അറിയുന്നു. എന്തൊരു ഗതികെട്ട അവസ്ഥയാണ്. തീർച്ചയായിട്ടും അത് വാസ്തവം തന്നെയാണ് സ്മൃതി പറഞ്ഞത്. അതുകൊണ്ടാണ് ഉന്നത IPS ഉദ്യോഗസ്ഥരുടെ യോഗം ആദ്യമേ തന്നെ വിളിച്ചു കൂട്ടിയത്. കാരണം ഈ ഭരണ സംവിധാനം നിയന്ത്രിക്കുന്നത് ചില ഈ പറഞ്ഞ കണക്കുള്ള ഉദ്യോഗസ്ഥരുണ്ട്. അതിന് ധാരാളമായിട്ട്, പ്രത്യേകിച്ച് പോലീസ് സേനയിൽ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരുണ്ട്. അതിൽ വിശ്വസ്തരെന്നോ അവിശ്വസ്തരെന്നോ നമുക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥരെ എല്ലാം ഒന്നടങ്കം വിളിക്കാൻ പറ്റില്ല. എല്ലാവർക്കും വേണ്ടി ഇപ്പോൾ ഇയാൾ ഈ MR അജിത് കുമാർ KC വേണുഗോപാലിന് വേണ്ടി ചെയ്തു എന്നാണ് ഇന്ന് സരിത പറയുന്നത്. അതുപോലെ VD സതീശൻ്റെ കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ശ്രമം നടത്തി എന്നുള്ള വാർത്തകളും നമ്മൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവിധ ആളുകൾക്കും വേണ്ടി എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന ഒരാൾ, കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് നടക്കുന്ന ഒരാൾ പിടി വീണ് കഴിഞ്ഞപ്പോഴാണ്, കൃത്യമായിട്ട് ആരോപണങ്ങളോട് വന്നപ്പോഴാണ് നമ്മളെല്ലാവരും തന്നെ അറിയുന്നത്. അതിനുമുമ്പ് മാധ്യമങ്ങൾ പോലും ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ ഇത്രയും വിജിലൻ്റ് ആയിട്ടുള്ള 24 hours ന്യൂസ് നെറ്റ്വർക്ക് ഒക്കെ ഉണ്ടായിട്ട് എല്ലാ ചാനലുകളും, എത്ര ചാനലുകളുണ്ട് മലയാളത്തിൽ, ക്രമസമാധാനത്തിന്റെ ചുമതല മാധ്യമങ്ങൾക്കാണോ? മാധ്യമങ്ങൾ കണ്ടെത്തി അങ്ങോട്ട് കൊടുക്കണം. അങ്ങനെയല്ല, മാധ്യമം എന്ന് പറയുന്നത് ഒരു ഫോർത്ത് എസ്റ്റേറ്റ് ആണല്ലോ. അല്ലല്ല, അങ്ങനെയല്ല. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ആർക്കും പറ്റില്ല. ഫോർത്ത് എസ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന, ഫോർത്ത് പില്ലർ എന്നൊക്കെ പറയുന്നത് ചുമ്മാതെ സ്ത്രീപീഡനത്തിന്റെ കേസും പറയുന്നത് മാത്രമല്ലല്ലോ മാധ്യമങ്ങൾ തന്നെയാണ്. മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇന്ത്യ ഡെമോക്രസിയിൽ എന്താണ്? ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഫോർത്ത് പില്ലർ തന്നെയാണ് മാധ്യമങ്ങൾ. ഇതുപോലെ ജുഡീഷ്യറിയെ പോലെ തന്നെ മാധ്യമങ്ങൾക്കും മാധ്യമങ്ങളുടേതായ പങ്ക് വഹിക്കാനുണ്ട്. ആ ഉത്തരവാദിത്തം ആർക്കും ഒളിച്ചോടാനൊന്നും പറ്റില്ല. ഡോക്ടർ ബി ജയരാജ്, ഈ കേസിൽ മാധ്യമങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു എന്നാണ് പറയുന്നത്? മുഖ്യമന്ത്രിക്ക് കണ്ടെത്താൻ കഴിയാത്ത കാര്യം ഇവിടെ മാധ്യമങ്ങൾ കണ്ടെത്തിക്കൊണ്ട് മുഖ്യമന്ത്രിക്ക് ആ
വിവരങ്ങൾ അറിയിക്കണമായിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ മാധ്യമപ്രവർത്തകരുടെയും മന്ത്രിമാരുടെയും നേതാക്കളുടെയും ഫോൺ ചോർത്തുന്നു MR അജിത് കുമാർ എന്ന ഗുരുതരമായ ആരോപണമാണല്ലോ. ആർക്കു വേണ്ടി? അത് MR അജിത് കുമാർ ഒറ്റയ്ക്ക് ചെയ്യുന്ന പ്രവൃത്തിയാണോ? അങ്ങനെയെങ്കിൽ MR അജിത് കുമാറിന്റെ നേട്ടം എന്താണ് ആ ഫോൺ ചോർത്തൽ? ഇന്നലെ വന്ന ഒരു കാര്യം കൂടെ പറയട്ടെ. ഇന്നലെ ഒരു വാർത്താ ചാനൽ ഞാൻ കാണിക്കുന്നുണ്ട്. ഒരു സുപ്രധാന വാർത്താ ചാനലിലെ ഒരു പ്രധാനപ്പെട്ട അവതാരകൻ അയാളുടെ വ്യക്തി താല്പര്യത്തിന് വേണ്ടി MR അജിത് കുമാറിനെ സമീപിച്ചിരുന്നു എന്നുള്ള വാർത്ത വന്നത് പകുതിക്ക് വെച്ച് കട്ട് ചെയ്ത് കളയാണ് ചെയ്തത്. അത് മുഴുവനായിട്ട് കേൾപ്പിച്ചില്ല. അങ്ങനെയുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട്. പറഞ്ഞു തന്നെയാണല്ലോ ഡോക്ടർ ബി ജയരാജ്. അത് താങ്കൾക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. അദ്ദേഹത്തിന് അതിന്റേതായ മറുപടി ഉണ്ടാകും. അതിനിവിടെ എല്ലാ മാധ്യമപ്രവർത്തകരും പറയാൻ ബാധ്യസ്ഥരൊന്നുമല്ല. പ്രൊട്ടക്ട് ചെയ്യുന്നതൊക്കെ ഉള്ളതാണ്. മനസ്സിലായില്ല. ആ ആരോപണം PV അൻവർ ഉന്നയിക്കുന്ന ഘട്ടത്തിൽ PV അൻവറിന്റെ ആരോപണമായി തന്നെ റിപ്പോർട്ടർ വാർത്ത കൊടുത്തിട്ടുണ്ട്, ആ പേരടക്കം. അതിപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. PV അൻവറിന്റെ ആരോപണമായിട്ട് തന്നെ അത് കൊടുത്തിട്ടുണ്ട്. താങ്കളിപ്പോൾ മാധ്യമപ്രവർത്തനെതിരായ ആരോപണം, മാധ്യമപ്രവർത്തകൻ പോലീസുകാരനെ വിളിച്ചു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നമായി കണ്ടെത്തിയിരിക്കുന്നത് അല്ലേ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതൊക്കെ നടക്കും. കാരണം ജയറാം പടിക്കലിന്റെ കാലത്ത് ഇത് നടന്നിട്ടുണ്ട്, പല ഉദ്യോഗസ്ഥന്മാരുടെ കാലത്ത് ഇത് നടന്നിട്ടുണ്ട്. ഡോക്ടർ ബി ജയരാജ് പറഞ്ഞത് കാശ് ഇത്തിരി ചെലവായി എന്നാണ്. ഡോക്ടർ ബി ജയരാജ്, കാശ് ഇത്തിരി ചെലവായി. എങ്ങനെ ചെലവായി? ഈ ടെലിഫോൺ ചോർത്താൻ, ഫോൺ കോളുകൾ ചോർത്താൻ, പോലീസുകാരെ ഈ പക്ഷത്തേക്കാക്കി കുറച്ചുപേരിൽ നിന്ന് വിവരങ്ങൾ നേടിയെടുക്കാനൊക്കെ PV അൻവറിന് കുറച്ച് പണം ചെലവായിട്ടുണ്ട്. അങ്ങനെയാണോ മാധ്യമപ്രവർത്തനം നടത്തേണ്ടതെന്നാണോ താങ്കൾ പറയുന്നത്? തനിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടി വന്നു, അതിന് ജനങ്ങളോട് മാപ്പ് പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് PV അൻവർ തുടങ്ങുന്നത് തന്നെ. ഫോൺ ചോർത്തൽ ശരിയായ രീതിയിൽ, ആ ഫോൺ ചോർത്തൽ ഇവിടെ നടക്കുകയാണ്. മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നു, മാധ്യമപ്രവർത്തകരുടെ ഫോൺ ചോർത്തുന്നു. അത് MR അജിത് കുമാർ സ്വയം ചെയ്യുന്നു. MR അജിത് കുമാറിന് മാത്രം അതുകൊണ്ട് നേട്ടം എന്നാണോ ഡോക്ടർ ബി ജയരാജ് കാണുന്നത്? അതല്ല, ഈ ഫോൺ ചോർത്തൽ എന്ന് പറയുന്ന അതീവ ഗൗരവപരമായിട്ടുള്ള ഒരു ആരോപണമാണ്. അത് ആര് തന്നെ ചെയ്താലും, പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധി ചെയ്തതെന്നൊക്കെ പറഞ്ഞാൽ അത് അതിൻ്റെതായ ആംഗിളിൽ അന്വേഷിക്കപ്പെടേണ്ടതാണ്. അതിനകത്ത് ആരും ഇത് ജനങ്ങളുടെ മുന്നിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് തീരുന്ന മാത്രമുള്ള ഒരു പ്രശ്നമാണ്. അത് അതിഗൗരവമായുള്ള മറ്റൊരു ആരോപണമാണ്. അതിൻ്റെ പേരിലും അന്വേഷണം നടക്കട്ടെന്നേ. കാരണം ആരുടെയും ഫോൺ ചോർത്താന്നൊക്കെ പറയുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ നിരക്കുന്ന പ്രവൃത്തിയൊന്നുമല്ല. അതിനെ അങ്ങനെ ഇയാളെ വലിയ ഹീറോ ആയിട്ട് വാഴ്ത്തിപ്പാടുകയൊന്നും വേണ്ട. ഈ പറഞ്ഞ പോലെ കുറച്ച് ആരോപണങ്ങൾ കൊണ്ടുവന്നു ഒരാൾ ഇതിനകത്ത്. അല്ലല്ല, പൊതുവെ മാധ്യമങ്ങൾ അങ്ങനെയാണല്ലോ, മാധ്യമങ്ങൾ കൊടുക്കുന്ന ഒരു ശ്രദ്ധയും കാര്യം. PV അൻവറിനെയാണോ ഉദ്ദേശിച്ചത്? തീർച്ചയായിട്ടും മാധ്യമപ്രവർത്തകരെ മോശം പരാമർശം കൊണ്ട് സ്ഥിരമായി വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു MLA ആണ്. ആ നിലയ്ക്ക് PV അൻവറിന്റെ അത്തരം പ്രവർത്തനങ്ങളോടൊന്നും നമുക്ക് യോജിപ്പില്ല. പക്ഷേ ഒരു വാർത്ത അത് സർക്കാരിനെ പിടിച്ചുകുലുക്കുന്ന വെളിപ്പെടുത്തലുകളുമായി ഒരു ഭരണകക്ഷി MLA വരുമ്പോൾ അത് വാർത്തയാണെന്നും ആ വാർത്ത കൊടുക്കണമെന്നും ബോധ്യമുള്ള മാധ്യമപ്രവർത്തനം അങ്ങനെയാണ്. സർക്കാരിനെതിരെയുള്ള വാർത്തകൾ മാത്രം നമുക്കിങ്ങനെ പരത്തി പറയാനൊക്കെ വേറെ വിഷയങ്ങളുണ്ടാകും ഡോക്ടർ ബി ജയരാജ്. നമുക്ക് പിന്നീടാവാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.